മിക്കവാറും ശാന്തികൃഷ്ണൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഞാൻ ഭർത്താവിലേക്കും മക്കളിലേക്കും ഒതുങ്ങി മെന്റലി അതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള ഒരു സ്വഭാവ പരിണാമമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഒരു ഷെല്ലിലെ പൊട്ടിക്കാൻ പോവാണ്, നോക്കിയോളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഹരികുമാർ പറഞ്ഞു, കമൽ പറഞ്ഞു, കൽപ്പന പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എടുക്കാതിരിക്കണ്ട, വരട്ടെ. അതാരാ? ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അമ്മേനിപ്പോൾ ഒരു കരിയർ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അമ്മ ആക്ടിങ് ചൂസ് ചെയ്യോ ഡാൻസിങ് ചൂസ് ചെയ്യോ? ഒന്ന് പറയാമോ? മാസ്റ്റർ സ്ട്രോക്ക്. നല്ല ക്വസ്റ്റ്യൻ അവനിപ്പോ ചോദിച്ചേക്കുന്നത്. മെന്റൽ തടസ്സം നീങ്ങി. മാത്രമല്ല, he has come to the conclusion you are going to restart. രണ്ട്, his only question is that whether you are going to choose dancing or വളരെ കോൺഫിഡൻറ്റ് അല്ലേ അമ്മ ഏതാ ചൂസ് ചെയ്യാൻ പോകുന്നത്? he has decided. അതായത് തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, ശരി. അത് അവൻ്റെ ആക്ച്വലി മിഥുൽ, മോൻ്റെ പേര് മിഥുൽ ആക്ച്വലി എൻ്റെ പോലെ ആർട്ടിനോട് കുറച്ചുകൂടെ താല്പര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഈസ് ഓൾസോ വെരി ഗുഡ് ആക്ടർ. സ്കൂളിലൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാണ്. ഇതിലൊക്കെ അതെയാ, ഓണത്തിൻ്റെ സമയത്ത്. അതുകൊണ്ടായിരിക്കും അവന് മനസ്സിലായി. അവൻ എൻ്റെ കുറേ കണ്ടിട്ടുണ്ട് പടങ്ങൾ, ഇതുപോലെ ഡാൻസ് പ്രോഗ്രാംസിൻ്റെ മറ്റേ ക്ലിപ്പിങ്സ്. ഡാൻസ് പ്രോഗ്രാം ഡയറക്റ്റ് കാണാനുള്ള ആർക്കും പറ്റിയില്ല, കാരണം ഞാൻ ഓൾറെഡി ലൈക്ക് സ്റ്റോപ്പ്. പിന്നെ അവൻ ചോദിക്കുന്ന ആ ഇതിൽ ഞാൻ ഒരിക്കലും ഇത് രണ്ടും ഒരു കരിയർ സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഡാൻസ് സെപ്പറേറ്റ് കരിയർ ആണെന്നോ അല്ലെങ്കിൽ സിനിമ സെപ്പറേറ്റ് കരിയർ ആണെന്നോ. ഞാൻ പറഞ്ഞതുപോലെ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ഒരിക്കലും ഏത് ചൂസ് ചെയ്യും എന്നൊരു സിറ്റുവേഷനേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സെൽഫിഷ് മോട്ടീവിലാണ് ഞാൻ ഈ അഭിനയിക്കാൻ വന്നപ്പോൾ ഡാൻസും കൂടെ ഒരു പുഷപ്പ് കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ വന്നു. സോ ഓട്ടോമാറ്റിക്കലി രണ്ട് കരിയറും ഇറ്റ് കെയിം ഔട്ട് ഗുഡ്. സോ സെപ്പറേറ്റ് ആയിട്ട് ഇത് മാത്രം എനിക്ക് ചൂസ് ചെയ്യണം എന്ന് ഇല്ല. രണ്ടും കൂടെ ഒരുമിച്ച് ചൂസ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഡാൻസ് മാത്രം അഭിനയിക്കാൻ പോവാന്ന് പറയും. ശാന്തികൃഷ്ണൻ പറഞ്ഞു രണ്ടിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ചോദ്യത്തിന് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചൂസിങ് സിറ്റുവേഷൻ വരത്തില്ല. ഇനി ഞാൻ വരുവാണെങ്കിൽ തന്നെ അതൊരു ഡാൻസിലോട് വേണമെങ്കിൽ മേ ബി ഐ മൈറ്റ് തിങ്ക്, ബട്ട് നോട്ട് ആസ് എ മൂവി ആക്ടർ. ഇത് അമേരിക്കനാണ്. ഹൈപ്പോത്തറ്റിക്കലി പറഞ്ഞു വരുന്നത്, അഥവാ സപ്പോസ് വീണ്ടും ഈ പറഞ്ഞ കലാരംഗത്തേക്ക് വരികയാണെങ്കിൽ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് നൃത്തത്തിന് ചില്ലറയല്ലാത്ത എക്സസൈസ് ഒക്കെ വേണം. അതല്ലേ പറഞ്ഞത്. ഇനി ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്നല്ലേ പറഞ്ഞുള്ളൂ. ഐ ഡിഡ്ന്റ് സേ കോൺഫിഡൻ്റ്ലി ഐ ആം ഗോയിങ് ടു ചൂസ്. സോ അത് ചൂസ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. ഞാനിപ്പോൾ ലേസി ഒരു കാലഘട്ടത്തിലാണ്. ഐ ആം ലേസി ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ ലേസി പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ഇനി ഭർത്താവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ശാന്തികൃഷ്ണന് കുറച്ചും കൂടി ഒരു പ്രേരണ, ഉത്തേജകമാകും, ഒരു ബലമാകും. ഐ ഡോണ്ട് നോ. ഭർത്താവും മിസ്റ്റർ ബജോ വളരെ പ്രശസ്തമായ രീതിയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായ വലിയ രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് കോളേജ്, നഴ്സിംഗ് കോളേജ്, MBA കോളേജ്, മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു. ഡെന്റൽ കോളേജ്, വലിയ വലിയ വിസ്തൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സാമ്രാജ്യത്തിൻ്റെ ഉടമകളിൽ ഒരാൾ. ചെറിയ കാര്യമല്ല. പൈസക്ക് ക്ഷാമമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇനി ക്ഷാമം ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ബ്രിട്ടാസ് കടം ചോദിക്കുവോ? ഇനി ക്ഷാമം ഉണ്ടെന്ന് പറഞ്ഞാൽ അതല്ലേ പറഞ്ഞ ഇല്ലാന്ന്. ക്ഷാമം ഇല്ല, ദൈവം സഹായിച്ച അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പൈസയുടെ ആദ്യക്കൊണ്ടുള്ള പ്രശ്നമുള്ളൂ അല്ലേ? പൈസ കുറച്ച് അധികമായതിൻ്റെ പ്രശ്നമുള്ളൂ. അധികമാണെന്ന് ആരെങ്കിലും പറയുമോ? എൻ്റെ കയ്യിൽ അധികം കേട്ടോ പൈസ എന്നാ എടുത്തോ. Anyway, you are happy. By God's grace, yes, I am very happy. And ഭർത്താവ് നല്ല ബിസിനസ്സുകാരനാണ്. ഇതിപ്പോ ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ആണ്. എനിക്കറിയാം. ഫാദർ ഇൻ ലോ ആണ് സദാശിവൻ ചേട്ടൻ. എനിക്ക് എന്നെ സ്വന്തമായിട്ട് അഭിമാനിക്കാം. എൻ്റെ ഒരു ഫാദർ ഇൻ ലോ ആണെന്ന്. പി സദാശിവൻ അദ്ദേഹമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് വൃക്ഷം. ബാക്കി എല്ലാവരും നമ്മൾ അതിൻ്റെ ബ്രാഞ്ചസ് ആണ്. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് ഒരു അന്യനാട്ടിൽ, അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ ഒരു അന്യ സ്റ്റേറ്റിൽ, അന്യ നാടല്ല, അന്യ സ്റ്റേറ്റിൽ വന്ന് ഒരു ഇത്രയും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അതിൽ ഹി ഈസ് ബ്ലെസ്ഡ് ആൻഡ് വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് ഹിം എമിഡ്സ്റ്റ് us. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് മാനാണ്, ഒരു ഹാർഡ് വർക്കിംഗ് മാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്തുണ്ടെങ്കിലും അച്ചച്ചൻ്റെ അടുത്ത് അച്ചച്ചനെ പോലെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഹാർഡ് വർക്ക്, ദ ഡിറ്റർമിനേഷൻ, ദ ഡെഡിക്കേഷൻ.
അത് മെയിനായിട്ട് പഠിക്കാനുള്ള 3 മെയിൻ പ്രിൻസിപ്പിൾസ് ഫ്രം ഹിം. അപ്പം ഭർത്താവിനോട് പറയാറില്ല ഇടയ്ക്ക് അച്ഛനെ നോക്കി പഠിക്കണം? അത് ഭർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഭർത്താവ് ഡെഫിനറ്റ്ലി ഒരു മറ്റേ എന്താ പറയുക, ഫാദർ ഇൻ ലോൻ്റെ അതേ മോൾഡാണ്. കാരണം അതേ വാർപ്പാണ്. അതേ സെയിം ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്, സിൻസിയറിറ്റി എല്ലാം ഉണ്ട്. അതേപോലെ ഓൺലി ബിസിനസ് ആ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധയും. കുറച്ച് കലയെ കൂടെ പരിപോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ. പുള്ളിക്ക് മ്യൂസിക്കിനോട് വലിയ താല്പര്യമാണ്. യെസ്, ഹി സീസ് ലോട്ട് ഓഫ് മൂവീസ് ഓൾസോ. അപ്പോൾ ശാന്തികൃഷ്ണനെ പഠിപ്പിക്കുമോ? പാടിപ്പിക്കൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാടുന്ന കേട്ടിട്ടുണ്ട്. അതിനുള്ള സമയമില്ല. പാട്ടുകാരിയാന്നുള്ള അംഗീകരിക്കാൻ ഒരു വൈമുഖ്യമുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടി കഴിഞ്ഞു കൂടിയിട്ട് അതെങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിപ്പിക്കും. ഓക്കെ.